മെയ് മാസങ്ങളിൽ കുറെ സിനിമകൾ റിലീസ് ഉണ്ട്. ഓക്കെ. അതിൽ താങ്കൾ ഏതൊക്കെ ഫിലിമാണ് കാണാൻ, താങ്കൾക്ക് ഏതൊക്കെ ഫിലിമാണ് കാണാൻ ആഗ്രഹം, ഏതൊക്കെ കാണും, എക്സൈറ്റഡ് നിൽക്കണ ഏതൊക്കെ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ്? മെയിനായിട്ട് നമ്മൾ ട്രെയിലർ കണ്ടപ്പോൾ തൊട്ട് എക്സൈറ്റഡ് ആയിരിക്കുന്ന ഒരു പടമാണ്. അത് മാത്രമല്ല, നമ്മുടെ മലയാളത്തിലെ തന്നെ സ്വകാര്യ അഹങ്കാരങ്ങളായ മമ്മൂട്ടി, മോഹൻലാൽ ഒന്നിക്കുന്ന പാട്രിയറ്റ്. അത് 17 വർഷങ്ങൾക്ക് ശേഷം, അതായത് അവർ അവസാനമായി അഭിനയിച്ചത് 2020 എന്ന് പറയുന്ന മൂവിയിലാണ്. അതിനുശേഷം അവർ രണ്ടുപേരും ഒന്നിക്കുന്ന പടം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് വളരെ എക്സൈറ്റ്മെന്റ്. മലയാളികൾക്ക് എല്ലാവർക്കും കുറെ താരനിര തന്നെയുണ്ട്. ചാക്കോച്ചൻ ഒന്നിക്കുന്നു. ഇതൊക്കെ നമുക്ക് അതിലുപരി നമ്മളെല്ലാരും ഹൈലൈറ്റ് ചെയ്യുന്നത് തന്നെ മമ്മൂട്ടി, മോഹൻലാൽ എന്നുള്ളതാണ്. പിന്നെ മഹേഷ് നാരായണൻ ഫിലിമാണ്. ഒരുപാട് ടെക്നിക്കലി നല്ലൊരു മേക്കിംഗ് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഫിലിമാണ്. അപ്പോൾ നമ്മളത് എല്ലാവരും സൂപ്പർ എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു പടമാണ്. അത് മെയ് 1 അത് ടിക്കറ്റ് കിട്ടുമോ ഇല്ല എന്നുള്ളത് അറിയില്ല. പക്ഷെ അത് ബുക്ക് മൈ ഷോയില് വരുമെങ്കിലും എല്ലാവരും കാത്തിരിക്കുകയാണ്. കാരണം മൊബൈലും പിടിച്ച് ബുക്ക് മൈ ഷോയുടെ ആപ്പ് നോക്കി എല്ലാവരും ഇരിക്കുകയാണ്. അപ്പോ ഇതിൽ കിട്ടിയ നമുക്ക് നോക്കാം. കാരണം എന്തായാലും ഇപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് ഇപ്പോൾ കഴിഞ്ഞ മാസം റിലീസായ വാഴ, വിഷു റിലേറ്റഡ് റിലീസായ വാഴ, അത് ശരിക്കും പറഞ്ഞാൽ അതിന് തന്നെ നമുക്ക് ടിക്കറ്റ് കിട്ടാൻ വളരെ ഇതായിരുന്നു. അപ്പോൾ ഈ ഇത്രയും ജൂനിയേഴ്സ് ആയിട്ടുള്ള ആക്ടേഴ്സിന്റെ ഇതിന് ഇത്രയും കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ മലയാളത്തിലെ സ്വകാര്യ അഹങ്കാരങ്ങൾ മമ്മൂട്ടി, മോഹൻലാൽ അതെ. പിന്നെയും ഒരുപാട് നല്ല നല്ല പടങ്ങൾ മെയ് മാസം റിലീസ് ഉണ്ട്. ഇപ്പോ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഷൈനികം നായക വേഷത്തിലെത്തുന്നു. അത് മെയ് 8 ദൃഢം പോലീസ് വേഷത്തിലെത്തുന്നു. അദ്ദേഹം പോലീസ് വേഷത്തിലെത്തുന്നു. പിന്നെ 21 പിന്നെ വരുന്നത് മെയ് 14 പടം. അതായത് നമ്മുടെ ടോവിനോ നായകനായി എത്തുന്ന ടോവിനയും നമ്മുടെ ബേസിലും വിനീത് ശ്രീനിവാസും 3 പേരും ഒന്നിക്കുന്ന പടമാണ്. ഇത് നിർമ്മാണം മറ്റേ പ്രൊഡ്യൂസർ കരിക്ക് നിർമ്മിക്കണ ഡോക്ടർ അനന്ത് സൈലം. അതെ. നെസ്ലി നായകനായി മോളിവുഡ് ടൈംസ് എന്ന ഫിലിമുണ്ട്. മെയ് 14 അത് നെസ്ലി നായകനായി. ഓക്കെ. അപ്പോ അടിച്ചു കയറി മെയ് 14 പിന്നെ മെയ് 14 കറുപ്പ് നമ്മുടെ സൂര്യ തമിഴകത്തെ നമ്മുടെ സൂര്യനായകനായ കറുപ്പ്. പിന്നെ മെയ് 21 ഏതാ? ദൃശ്യം നമ്മള് 3. ഓക്കെ. ഒരു നല്ലൊരു സസ്പെൻസ് ത്രില്ലർ നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു ടിസ്റ്റോ എന്തെങ്കിലുമൊക്കെ ചിലപ്പോ ഒരു വെറൈറ്റി പിടിച്ചിട്ടുണ്ടാവും. നമ്മളിപ്പോ കണ്ട 2 ദൃശ്യത്തിനും ഡിഫറെന്റ് ആയിട്ട് ഒരു പാറ്റേൺ ഉണ്ടാവുന്ന ചാൻസ് ഉണ്ടാവും. അതും പ്രതീക്ഷിക്കാവുന്ന പ്രതീക്ഷയുള്ള പടം തന്നെ. ജോജുവിന്റെ ആക്ഷൻ ത്രില്ലർ. അതെ. ഷാജി കലാസ. അതെ. പേര് വരവ്. ഓക്കെ. അതിന്റെ റിലീസ് ഡേറ്റ് ഒന്നും ഫിക്സ് ആയിട്ടില്ല. ഓക്കെ. മാസം ഉണ്ട്. പിന്നെ പെപ്പെ, ആന്റണി പെപ്പെ നായകനായി എത്തുന്ന ഏതാണ്? കാട്ടാളൻ. ആക്ഷൻ ത്രില്ലർ ഫിലിമാണ്. ഒരു പ്രത്യേക പേര് തന്നെയാണ് അതിന്റെ. ഇത് കേക്ക് എനിക്ക് തോന്നുന്നു മെയ് മാസം ഒരുപാട് നല്ല അത് പേരുകൊണ്ടും പെരുമകൊണ്ടും ഈ വർഷത്തിലെ ഏറ്റവും കൂടുതൽ റിലീസിന്റെ മാസമാണ്. ഏറ്റവും നല്ല മാസം. കുറെ ആക്ഷൻ സീക്വൻസുകൾ ഉണ്ട്. പണിയെടുത്തിട്ടുണ്ട് ചുരുക്കം പറഞ്ഞ. ഒരുപാട്. എന്തായാലും താങ്കൾ ഇതിൽ എത്ര ഫിലിം ഫുള്ള് കാണോ? എല്ലാം കാണും. ഒരു പടങ്ങള് ഫസ്റ്റ് ഡേ കാണാൻ തിരക്കായിരിക്കും. എന്നാലും ആഗ്രഹമുണ്ട്. മമ്മൂട്ടി, മോഹൻലാൽ പടങ്ങൾ ഇപ്പൊ ബുക്ക് മൈ ഷോയിൽ നോക്കി. ഇതൊന്നും കിട്ടിയിട്ടില്ല. ഓക്കെ. എന്തായാലും ഫസ്റ്റ് ഷോ കാണണം എന്നുള്ള ആഗ്രഹമാണ് എല്ലാവർക്കും. അങ്ങനെ തന്നെ കേരളത്തിലെ എല്ലാ പ്രേക്ഷകരും, സിനിമാ പ്രേമികൾ എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ്. ഓക്കെ. അപ്പോ ഞങ്ങളെല്ലാരും
പാട്രിയറ്റിന് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ്. ഉം. റിലീസിൽ നിന്ന് കാണും. അതെ.